ഈ ലോകത്തിൽ രണ്ട് തരം വിശ്വാസികളാണ് നമ്മൾ പൊതുവായി കണ്ടുവരുന്നത്. ഒന്ന് ഈശ്വര വിശ്വാസികളും, രണ്ട് യുക്തിവാദികളും. എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങളും മറ്റുള്ളവരേക്ക് അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആളുകളുണ്ട്. അത് എത്ര ശതമാനം ഉണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ ഉണ്ടെന്ന് തന്നെ സമർത്ഥിക്കാനോ അല്ലായി വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പേരങ്ങനെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ പോലുള്ള കുറച്ച് പേരുമുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്നുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് യുക്തിവാദികൾ ഇപ്പോൾ പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത് സോഷ്യൽ മീഡിയ ഇത്തരം പ്രചാരത്തിനായതുകൊണ്ടാവാം ഇതുപോലെയുള്ള ചിന്തകൾ മനുഷ്യരിലേക്ക് കൂടുതൽ എത്താൻ സഹായിക്കുന്നത്. യൂട്യൂബ് തുറന്നാൽ ഇതുമാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി പേർ ഇതിനെ ന്യായീകരിക്കുന്ന കഥകളും അവരുടേതായ ചിന്തകളും പങ്കുവയ്ക്കുന്നുണ്ട്. രണ്ട് വാദങ്ങളും ഒരു തരത്തിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗത്തെ പറ്റിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമ്മൾ ഏതിനാണ് വിശ്വസിക്കേണ്ടത്? അതിനെ ഒരു ഉത്തരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇപ്പോൾ തരാനാവില്ല. എന്നിരുന്നാലും ഇവരുടെ വാദത്തികൾ നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യുക്തിവാദി പറയുന്നു അവൻ സ്വയം വിശ്വസിക്കണം, മറ്റുള്ള ഒരാളെയും അല്ലെങ്കിൽ ദൈവത്തെയും വിശ്വസിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം. ആ ദൈവത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് പോവും. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എക്സാം എഴുതാണ്. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ദൈവത്തിനോട് വിശ്വസിച്ച് ദൈവം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുക? അത് നമ്മൾ വിജയിക്കില്ല. നമ്മൾ തന്നെ അവർ ന്യായം ഇതാണ്, ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ന്യായം ഇതാണ്. നമ്മൾ തന്നെ കോൺഫിഡൻറ്റോടെ പഠിച്ചാൽ നമ്മൾ അതിൽ വിജയിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നൊരു ചിന്തയാണ് ഇവർ നൽകുന്നത്. ഒരു മനുഷ്യൻ ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു ശരിയോ, മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു തെറ്റോ ഒരു ശരിയോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇത് ആരാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. അത് പ്രകൃതി തന്നെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഉണ്ടാവും. അതിപ്പോൾ യുക്തിവാദി ആയാലും ശരി, മതവിശ്വാസി ആയാലും ശരി, ആര് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലതാണ് ചെയ്തെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ചോദിച്ചാൽ അറിയില്ല. ദൈവമൊന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനം ഉണ്ട്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം യുക്തിവാദിക്കും മതവിശ്വാസിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന അങ്ങനത്തെ അവസ്ഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ്. ഏതോ ഒരു പ്രപഞ്ചശക്തി, അതിനെയാണ് ദൈവമെന്നോ ഈശ്വരനോ അള്ളാഹുവെന്നോ പല പേരിൽ വിളിച്ച് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസികൾ ഇപ്പോൾ ദൈവം വന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ചെന്ന് പെടുകയാണെങ്കിൽ ദൈവം നേരിട്ട് വന്ന് മുണ്ടും അടക്കി കുത്തി നമ്മളെ മുന്നിൽ നിൽക്കും എന്നായി പറയുന്നത്. അത് നമുക്കത് തെറ്റായിട്ടും കിട്ടാം, ശരിയായിട്ടും കിട്ടാം. അത് നമ്മൾ മുന്നേ ചെയ്ത ഇതിൻ്റെ റിയാക്ഷൻ മാത്രമാണ്. അതിന് ദൈവത്തിന് സ്ഥാനം ഇല്ല, നേരിട്ടില്ല. പക്ഷേ അത് എങ്ങനെയോ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിചാരിക്കുന്ന വിഭാഗം ഈ പ്രപഞ്ചം, ഈ ഭൂമി പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ഇത് ഒരു പൊടിപടലം മാത്രമാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ ഭൂമി എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഈ മിൽക്കി വേ 630 km/s ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്ക്? ദ ഗ്രേറ്റ് അട്രാക്ടറിൻ്റെ അടുത്തേക്ക്. സൂര്യനാണെങ്കിലോ ഇതിന് ചുറ്റി വരാൻ വയ്ക്കുന്നത് 230 km/s. നമ്മൾ ഈ മണിക്കൂറിൽ ഒരു 100 km സഞ്ചരിക്കാനുള്ള വേഗതയെ മനുഷ്യന് തന്നിട്ടുള്ളൂ.
അത്രയും സ്പീഡേ നമുക്കുള്ളൂ. ഈ ഈ നമ്മുടെ ഈ ഗാലക്സിയായ മിൽക്കി വേ പോലും കവർ ചെയ്യണമെങ്കിൽ 1,00,000 വർഷം വേണം നമുക്ക്. ഇവിടുന്ന് ഒന്ന് പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ പുറത്ത് കടക്കാനോ 1,00,000 വർഷം, അത് പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ. മനുഷ്യൻ അത്രയ്ക്കും നിസ്സാരനാണ്. അവന് ഈ 60 അല്ലെങ്കിൽ മാക്സിമം ഒരു 100 വയസ്സ് വരെ ആയുസുള്ള ഈ മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. അപ്പോൾ ഈ മതവിശ്വാസം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ പ്രപഞ്ചത്തിനെ അപേക്ഷിച്ച് ഒന്നുമല്ല. മനുഷ്യ ജീവിതം തന്നെ ഒന്നുമല്ല ആർക്കും. നമുക്ക് മാത്രമാണ് ഇത് വലുത്. ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് നമ്മളാരുമല്ല. ഇതൊരു എൻജിനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന അത് വെച്ച് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂമിയിൽ നമുക്ക് താമസിപ്പിക്കാൻ ഇടം തന്ന് നമ്മളെ ഈ ഭൂമിയിൽ ജനിക്കാൻ ഉള്ളൊരവസരം തന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും അത്രയും വാല്യമായിട്ടുള്ള ഒരു മനുഷ്യന്മാരാണെന്നാണ് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മതവിശ്വാസം ഈശ്വരവിശ്വാസം നോക്കണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, റിസൾട്ടുണ്ട്. യുക്തിവാദമാണോ അതോ മതവിശ്വാസമാണോ എന്നറിയില്ല. പക്ഷെ നമുക്കൊരു ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കോൺഫിഡൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ദൈവം എന്നൊരു സങ്കല്പം, ഒരു പ്രപഞ്ചശക്തി ഞാൻ പറഞ്ഞല്ലോ, അതുണ്ട്. അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. നമ്മുടെ കയ്യിലൊന്നും പെട്ടതല്ല. നമ്മളതിൽ വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടിലും വിശ്വസിക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ശതമാനം ജനങ്ങൾ ഇങ്ങനെയെല്ലാം. എനിക്കറിയാൻ പാടില്ല. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഇതുപോലെ ഉള്ള അറിവുകൾക്കായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ എൻ്റെ ചാനലിലൂടെ സംവാദം ചെയ്യാനായി നിങ്ങൾ എന്നോട് ഈ പോലെ ചിന്തകൾ താല്പര്യമുള്ള ആളുകൾ മാത്രം. ഇല്ല അവനെന്ത് പോകണ്ടാണ്, എന്താണ് ഇവൻ സംസാരിക്കുന്നതിന് വല്ല തിരിച്ചറിവോ എന്തെങ്കിലും ഉണ്ടോ, ഇവനെ രണ്ടും കെട്ടതാണ്, അങ്ങനത്തെ ചിന്തകളാണെങ്കിൽ ഓക്കെ. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ആരോടും പറയാൻ്റെ കാര്യത്തിൽ വീഡിയോ നമുക്ക് പറയാം. ബൈ, താങ്ക് യു.